ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി മസാല ദോശ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പാണ് കേട്ടോ. 250 ml കപ്പിന് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെന്തയം, അതായത് ഉലുവ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിടുന്നില്ല. അതിടുന്നുണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതിലെല്ലാം വെള്ളം ഒഴിച്ച് വെക്കണം. ഒരു 5 മണിക്കൂറെങ്കിലും ഈ കടലപ്പരിപ്പും അരിയും ഉഴുന്നും എല്ലാം കൂടെ കുതിർത്തെടുക്കണം. എന്നിട്ടിപ്പോൾ നമ്മൾ അരച്ച് മാവാക്കി എടുത്തതാണ്. തലേദിവസം നമ്മൾ നന്നായിട്ട് ഇളക്കി, ഉപ്പൊന്നും ഇടാതെ എല്ലാം കൂടെ അരച്ചിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ രാവിലെ നല്ല പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മസാല ദോശ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ദോശ ഇടുമ്പോൾ ഒരു അല്പം ലൂസായിട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആകരുത്, എന്നാൽ ഒരുപാട് കട്ടി ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം ഇത് സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം കറക്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ടും 4 ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും 2 നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതുപോലെ ഈ ഉരുളക്കിഴങ്ങും പിന്നെ ബീട്രൂട്ടും മാത്രമല്ല, ക്യാരറ്റ് വേണമെങ്കിൽ അതിടാം. പിന്നെ ഗ്രീൻ പീസ് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണോ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് വേവിക്കാൻ വേണം. എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് ഉടച്ച് കഴിയുമ്പോൾ നന്നായി ഉടഞ്ഞ് വരത്തുള്ളൂ. കുക്കറിലിട്ട് 2 വിസിലടിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അതിനകത്തോട്ട് കടുകിട്ട് നന്നായി പൊട്ടിക്കുക. 1 സ്പൂണ് കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സവോള നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കൂടെ കീറി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ 1 സ്പൂണ് ഇഞ്ചി ചതച്ചതും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴന്നെടുക്കണം. ഒരുപാട് നമ്മൾ കറികളൊക്കെ വെക്കുമല്ലോ, അപ്പോൾ വഴന്നെടുക്കത്തില്ലേ, അത്രയ്ക്കൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു ബ്രൗൺ കളറ് വരുന്ന ഒരു രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരല്പം കായം ഇട്ട് കൊടുക്കാം. അതൊരു 1/4 സ്പൂണ് കായം ഇട്ടാൽ മതിയാവും. ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ ചെറിയ കയ്പ്പ് രസമൊക്കെ വരും. അതുകൊണ്ടൊരു 1/4 സ്പൂണ് കായം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴന്നെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വഴറ്റണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു കൂട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായി ഉടച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ചിലർക്ക് വെജിറ്റബിൾ എന്തെങ്കിലും ചെറുതായിട്ട് കടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങൾ ഇത്രയ്ക്ക് ഉടയ്ക്കണമെന്നില്ല. അതുപോലെ തന്നെ ഈ ബീട്രൂട്ട് അധികം വേവിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണാണ് ഗരം മസാല ചേർത്തത്. ഈ മസാലയുടെ കൂട്ടിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വല്ലതും കുറവുണ്ടെങ്കിൽ എല്ലാം ഇട്ടിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ കല്ല് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് മീഡിയം തീയിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക മാവ്. എന്നിട്ട് നന്നായിട്ട് വട്ടത്തിലങ്ങ് പരത്തി കൊടുക്കാം.
എന്നിട്ട് ചെറുതായിട്ട് ദോശ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ ഒരല്പം നെയ്യ് കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ നെയ്യ് തേക്കുന്ന വീഡിയോ വിട്ടുപോയി. നെയ്യ് ഞാൻ തേച്ചിട്ടുണ്ട് മുകളിലൊക്കെ. അപ്പം ഇതുപോലെ ഒരു ചുവന്ന കളറായി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിലങ്ങ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. രാവിലത്തെ പണിയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തീർക്കണമല്ലോ. ഒരുപാട് അംഗങ്ങളുണ്ടാവുമ്പോൾ പെട്ടെന്ന് തീർക്കാനുള്ള ഓരോ പരിപാടിയൊക്കെയാണിത്. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാ ദിവസവും ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നമുക്കിതുപോലെ മസാല ദോശയൊക്കെ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. രാവിലെ കറിയൊന്നും വേണ്ട. വേണമെങ്കിൽ ഇതിനൊരു വെള്ള കട്ടി ചമ്മന്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി വേണമെങ്കിലും ഉണ്ടാക്കാം. ചുവന്ന ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സമയമുള്ളതുപോലെ ഏത് ചട്നിയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇന്നത്തെ എൻ്റെ പരിപാടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല എന്തെങ്കിലും റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മസാല ദോശയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ വീടും അതുപോലെ അവിടുത്തെ ആമ്പൽക്കുളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളുടെ വീടിൻ്റെ പുറകുവശത്ത് കാണുന്നൊരു ചിത്രമാണ്. ചിത്രമല്ല, പുറകുവശത്ത് കാണുന്നതാണ്. സന്ധ്യാസമയമാവുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. ജനലിൽ കൂടെ കാണുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു, ടാറ്റാ.